അതിൽ നിന്ന് അരിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡയമണ്ട് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു സംരംഭകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവാണ്. ഇപ്പോൾ ആപ്പിൾ വേൾഡ് ക്ലാസ് കമ്പനിയാണ്. എന്തുകൊണ്ട് ആപ്പിൾ വേൾഡ് ക്ലാസ് കമ്പനി ആയത്? ഇഫ് യു വാണ്ട് ടു ബി എ കിങ്, നിങ്ങൾക്ക് ചുറ്റും എന്ത് വേണം? മന്ത്രിമാർ വേണം, അല്ലേ? അല്ലാതെ നമുക്ക് ഭടന്മാരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു സാമ്രാജ്യം പണിയാൻ പറ്റില്ല. Green Lives Coaching and Training Solution. നിങ്ങളുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ഗ്ലോബൽ ലീഡർ ആവാനുള്ള കപ്പാസിറ്റി തേച്ച് മിനിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ലോകത്തുള്ള എല്ലാ സംരംഭകരും എടുത്തു നോക്കി കഴിഞ്ഞാലും അവർ നല്ല ലീഡേഴ്സ് ആയിരിക്കും. രണ്ടാമത് ഞാൻ കാണുന്നത് നിങ്ങൾ പറഞ്ഞ പോയിന്റാണ്, നല്ല ടീം വേണം എന്നുള്ളതാണ്. ബിസിനസ് ഈസ് നോട്ട് എ സോളോ ബിസിനസ് ഈസ് എ ടീം ഗെയിം. ബിസിനസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ടീം ഗെയിമാണ്. ഇറ്റ്സ് നോട്ട് എ സോളോ സ്പോർട്ട്. അതൊരു സിംഗിൾ കളിയല്ല. അപ്പോൾ ബിസിനസ് എന്നുള്ളത് എപ്പോഴും എന്താണ്? ഒരു ടീമിൻ്റെ കളിയാണ്. ഒരു ടീമിനെ വെച്ചിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് കളിക്കുന്നതിന് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. അത് എന്താണ്? സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ബിസിനസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് ടീമാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും എന്ത് വേണം? നല്ല ലോങ് ടൈം വിഷൻ വേണം, സ്ട്രാറ്റജി വേണം, ടാക്ടിക്സ് വേണം. പക്ഷേ ജിം കോളിൻസ് തന്നെ പറയുന്ന ഫോർച്യൂൺ 500 കമ്പനീസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് ഹൂ ദെൻ വാട്ട് എന്നാണ്. ഫസ്റ്റ് ടു ഹൂ ദെൻ വാട്ട് എന്നാണ് ബുക്കിൻ്റെ ചാപ്റ്ററിൻ്റെ ഹെഡ്ലൈൻസ് തന്നെ. ഫസ്റ്റ് ടു ഹൂ എന്ന് പറഞ്ഞാലാണ് നിങ്ങളുടെ സംരംഭത്തെ നിങ്ങളൊരു ഷിപ്പായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങളെ സംരംഭകത്തെ ഒരു ബസ്സായിട്ട് കാണുകയാണെങ്കിൽ, ഒരു ഷിപ്പായിട്ട് കാണുകയാണെങ്കിൽ, ആരൊക്കെ ആ ബസ്സിൽ കയറണം, ആരൊക്കെ ആ ഷിപ്പിൽ കയറണം എന്നുള്ളത് എന്ത് ചെയ്യും? തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഒരു കോച്ചാണെങ്കിൽ ആരൊക്കെ തിരഞ്ഞെടുക്കണം. എല്ലാവരും കളിച്ചാൽ പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യൂല? ഫുട്ബോൾ ആട്ടാൻ പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യില്ല? ടീമിൽ എടുക്കൂല. അതിൽ നിന്ന് അരിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡയമണ്ട് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു സംരംഭകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവാണ്. കണ്ടെത്തിയാൽ മാത്രം പോരാ, അവരെ കൂടെ നിർത്തുക എന്നുള്ളതും എന്താണ്? അതിന് ലീഡർഷിപ്പ് വേണം. നല്ല ആളുകളെ മാർക്കറ്റിൽ നിന്ന് കണ്ടെത്താനും ഐഡൻറ്റിഫൈ ദ ടാലൻറ്റഡ് പീപ്പിൾ ഫ്രം ദ മാർക്കറ്റ് ആൻഡ് അവരെ നമ്മൾ കൂടെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈജിയുടെ ഷാജിക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, തൻ്റെ ജനറൽ മാനേജർക്ക് ഒരു BMW വാങ്ങിക്കൊടുത്ത്. BMW അല്ല, ബെൻസ് വാങ്ങിക്കൊടുത്ത്, അല്ലേ? അപ്പോൾ അയാൾ 31 വർഷമായിട്ട് ആളെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് മാറൂഫ് മണലോടി നമ്മളെ ഗസ്റ്റായിട്ട് ഇവിടെ ബിഗ് മീറ്റിൽ വരുന്ന ആളെ ഞങ്ങൾ കാണാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞു 26 വർഷമായിട്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽ അസിസ്റ്റന്റിനെ കുറിച്ച് സംസാരിച്ചു. 26 വർഷമായിട്ട് വിട്ടുപോയിട്ടില്ല. അപ്പോൾ നല്ല ആളുകളെ കണ്ടാൽ ഇവർ വിടൂല. നല്ല ആളുകളിൽ ഇൻവെസ്റ്റ് ഇൻ യുവർ ടീം. നമ്മുടെ നാട്ടിൽ ആളുകൾ, പ്രത്യേകിച്ച് ചെറുകിട കച്ചവടക്കാർ, തീരെ ചെയ്യാത്തൊരു ഏരിയയാണ് എന്ത്? നല്ല ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഏറ്റവും ഏറ്റവും കുറഞ്ഞ പേയ്മെൻറ്റിന് ആരെ കിട്ടുക അവനെ പിടിച്ച് അപ്പോയിൻ്റ് ചെയ്യും. അതൊരു അർത്ഥത്തിൽ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ടീം എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് ആവണം, കോമ്പിറ്റൻ്റ് ആവണം. അതിന് എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കമ്മിറ്റഡ് ആൻഡ് കോമ്പിറ്റൻറ്റ് ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ റൈറ്റ് ടീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റൈറ്റ് ടീം ഉണ്ടെങ്കിൽ ആ റൈറ്റ് തോട്ട് വരുള്ളൂ. റൈറ്റ് തോട്ടിൽ നിന്നാണ് റൈറ്റ് ആക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ടീം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിൾ വേൾഡ് ക്ലാസ് കമ്പനിയാണ്. എന്തുകൊണ്ട് ആപ്പിൾ വേൾഡ് ക്ലാസ് കമ്പനി ആയത്? ബിക്കോസ് ആപ്പിൾ ഹാസ് ആൻ എക്സലൻറ്റ് ടീം. ദേ ഹാവ് എ വേൾഡ് ക്ലാസ് ടീം. ദാറ്റ് ഈസ് വൈ ദേ ആർ വേൾഡ് ക്ലാസ് കമ്പനി. ഏത് കമ്പനി വേൾഡ് ക്ലാസ് ആവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ MA യൂസുഫ് അലി ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഇവിടെ കാലിക്കറ്റ് IIM ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അന്ന് പുള്ളി പറഞ്ഞത് അവിടുത്തെ ഏറ്റവും മിടുക്കന്മാരായ ആൾക്കാർ പൊക്കിക്കൊണ്ടുപോയി. ചെയർമാനോട് പറഞ്ഞ് നിങ്ങളെ ക്യാമ്പസിലെ ഏറ്റവും നല്ല ഏറ്റവും ടോപ്പ് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ, ഏറ്റവും നല്ല മിടുക്കന്മാരെ 10 ആൾക്കാരെ എനിക്ക് വേണമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഈ IIM ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്ന ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലുലുവിന് വേണ്ടിയിട്ടും ഇൻഫോസിന് വേണ്ടിയിട്ടും ടെക്നോപാർക്ക്. അപ്പോൾ ഏറ്റവും മിടുക്കന്മാരായ ആളുകളെ കൊണ്ട് ഒരു നല്ല ടീമിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് ഒരു ചക്രവർത്തി ആവണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും എന്ത് വേണം? രാജാക്കന്മാരുണ്ടാവണം. നിങ്ങൾക്കൊരു രാജാവാണെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി എ കിങ്, നിങ്ങൾക്ക് ചുറ്റും എന്ത് വേണം? മന്ത്രിമാർ വേണം, അല്ലേ? അല്ലാതെ നമുക്ക് ഭടന്മാരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു സാമ്രാജ്യം പണിയാൻ പറ്റില്ല. അപ്പോൾ റൈറ്റ് ടീം വേണം. അത് കമ്മിറ്റഡ് ആവണം, കോമ്പിറ്റൻ്റ് ആവണം. കാരണം ഡിസിപ്ലിൻ പീപ്പിൾ ഉണ്ടെങ്കിൽ എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ? ഡിസിപ്ലിൻ തോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഡിസിപ്ലിൻ തോട്ട് വന്നാലാ ഡിസിപ്ലിൻ്റെ ആക്ഷൻ വരുള്ളൂ. ദിസ് ഇസ് എ സീക്രട്ട് ഓഫ് great companies, world class companies, because they have a great team.
അല്ലേ? വിത്തൗട്ട് ഗ്രേറ്റ് ടീം യുവർ വിഷൻസ് ആർ ഇറലവൻറ്റ്. അല്ലേ? ഗ്രേറ്റ് ടീമില്ലാതെ ഗ്രേറ്റ് വിഷൻസ് ഒന്നും നടക്കൂല. അപ്പോൾ നമ്മളെ ഗ്രേറ്റ് ആയിട്ടുള്ള നമ്മളെ സ്വപ്നത്തിൽ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ എന്ത് വേണം? നല്ല ടീം ഉണ്ടാവണം. നല്ല ടീം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം നല്ല ടീമിനെ ബിൽഡ് ചെയ്യണം. സോ യു ഹാവ് ടു ബിൽഡ് എ ഗ്രേറ്റ് ടീം ടു ബി എ വേൾഡ് ക്ലാസ് കമ്പനി, ടു ബി എ ഗ്ലോബൽ ഓണ്ടർപ്രണർ. റൈറ്റ് ടീം എന്നാണ് പറഞ്ഞത്, ബെസ്റ്റ് ടീം എന്നല്ല പറഞ്ഞത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെസ്റ്റ് അല്ല പറഞ്ഞത്, ബെസ്റ്റിനല്ല വേണ്ടത്, റൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് വേണ്ടത്. ബെസ്റ്റ് ഉണ്ടാവാം. ഈ വലിയ വലിയ കമ്പനികളിലൊക്കെ ഞാൻ പിന്നെ ഡോക്ക ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയൻ കമ്പനീൻ്റെ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്നിരുന്നു. അവർ കേരളത്തിൽ നിന്ന് ഏകദേശം 500ഓളം ആളുകൾ, ഐ മീൻ അവർക്ക് ആകെ 8 ആളാണ് ആവശ്യമുള്ളൂ. 8 ആൾക്കാർ അവർക്ക് ആകെ ആവശ്യമുള്ളൂ സൗദി അറേബ്യയിലേക്ക് അവർക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ. പക്ഷേ ഒരു 5000 CV സ്കാൻ ചെയ്തിട്ടാണ് 8ലേക്ക് എത്തിയത്. 6 or 7 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ. ഒന്നാമത്തെ സ്റ്റെപ്സ് എന്താണ്? CV സ്കാനിങ് ചെയ്യുന്നു. 5000 CVന്ന് 500 എടുത്ത് 500 ആളുകളെ എന്ത് ചെയ്ത് ഒരു ആദ്യം ഇൻ്റർവ്യൂവിന് വിളിച്ച്. ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിൽ 400 ആളെ പുറത്താക്കി. സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിൽ HR ഇൻ്റർവ്യൂവിൽ അതെന്ത് ചെയ്ത് 50ലേക്ക് എത്തി. ഇങ്ങനെ അരിച്ചിട്ടാണ് എന്ത് ചെയ്ത് 6ാമത്തെ 7ാമത്തെ സ്റ്റെപ്പിലേക്കുള്ള ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുക അവർ കൊണ്ടുപോവുക. അവർക്കൊരു ഇൻ്റർവ്യൂവിന് എന്തുണ്ട്? ഒരു പ്രോസസ്സ് ഉണ്ട്. ഇൻ്റർവ്യൂവിന് സ്റ്റെപ്സുകളുണ്ട്. ആ സ്റ്റെപ്സുകൾ എന്തിനാണ്? ഇത് സ്കാൻ ചെയ്യാനാണ്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക? നമുക്ക് കിട്ടിയ ആളെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ഐക്കോറ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഐക്കോറിൻ്റെ ആ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഐ മീൻ പൈസ കൊടുക്കണം നടത്തി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ടാലൻ്റ് ഒരു ടീമിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ യുവർ ടീം. ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം ടീമാണ് അടിത്തറ. അപ്പോൾ രണ്ടാമത് ലീഡർഷിപ്പ് കഴിഞ്ഞാൽ ഇഫ് യു വാണ്ട് ടു ബി എ ഗ്ലോബൽ ഓണ്ടർപ്രണർ, ഇഫ് യു വാണ്ട് ടു ബി if you want to build a great brand, you must have an excellent team, right team, disciplined team എന്നാണ്. disciplined people brings disciplined thought എന്നാണ് disciplined action കമ്പനിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. Green Lives Coaching and Training Solution.